മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ ബ്ലൈൻഡ്സ് ഇട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവരും ഹാളിനുള്ളിൽ വട്ടം കൂടിയിരുന്ന് വർത്തമാനം പറയുകയാണ്. അപ്പോൾ അതിൽ അനുമോളും ബിന്നി, ആദില, നൂറ, അക്ബർ എല്ലാം കൂടിയിരുന്ന് വർത്തമാനം പറയുന്നുണ്ട്. അപ്പോൾ അനുമോള് പണ്ടത്തെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് തെറ്റ് ചെയ്താലും നിങ്ങളെല്ലാവരും ജിസേലിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് അക്ബറിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അക്ബർ പറയുന്നത്, ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യാറില്ല. അവളെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് ചൂണ്ടിക്കാണിക്കാറുണ്ട്, അത് അപ്പോൾ തന്നെ പറയാറുണ്ട്. അന്ന് മേക്കപ്പ് യൂസ് ചെയ്ത കാര്യം പറഞ്ഞപ്പോഴും ഞാൻ അവളോട് പറഞ്ഞായിരുന്നു, ജിസേലെ നീ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ജിസേലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ജിസേൽ എൻ്റെ അമ്മായിയുടെ മോളോ അല്ലെങ്കിൽ കാമുകിയോ ഗേൾ ഫ്രണ്ടോ ഒന്നുമല്ല. നീ അവളുടെ എന്തെങ്കിലും തെറ്റ് ചെയ്യുവാണെങ്കിൽ നീ ചൂണ്ടിക്കാണിച്ചോ, നിൻ്റെ ഭാഗത്താണ് ശരിയെങ്കിൽ നിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യും എന്ന് തന്നെ അക്ബർ പറഞ്ഞു. അപ്പോൾ അനുമോൾ പറയുന്നത്, ഇല്ല, നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാറില്ല. എപ്പോഴും നിങ്ങളാണെങ്കിലും ശരി, അപ്പാനി ശരത്താണെങ്കിലും ശരി, നിങ്ങളെല്ലാവരും ജിസേലിൻ്റെ സൈഡാണ്, നിങ്ങളെല്ലാം ഒരു ഗ്രൂപ്പാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അക്ബർ പറയുന്നത്, ഞങ്ങൾ ഒരു ഗ്രൂപ്പല്ല, ഞാനും ശരത്തുമാണ് ഫ്രണ്ട്. നീ വേണമെങ്കിൽ ആര്യനും ജിസേലും ഒരു ഗ്രൂപ്പാണെന്ന് പറഞ്ഞു. പക്ഷേ ജിസേൽ എൻ്റെ ഫ്രണ്ടൊന്നുമല്ല, ഞാൻ എല്ലാവരെയും ഒരുപോലെ തന്നെയാണ് കാണുന്നതെന്ന് അക്ബർ പറയുന്നത്. അനുമോള് പറയുന്നത്, അല്ല, ഞാൻ വന്നപ്പോൾ മുതൽ എല്ലാവരെയും ശ്രദ്ധിക്കാറുണ്ട്, നിങ്ങളൊരു ഗ്രൂപ്പ് തന്നെയായിരുന്നു. പക്ഷേ ഇന്നലത്തെ ടാസ്കിന് ശേഷം നിങ്ങൾക്ക് ആര്യനോടും ജിസേലിനോടും ഒരു ചെറിയ അകൽച്ചയുണ്ട്. അതുവരെ നിങ്ങളൊരു ഗ്രൂപ്പായിരുന്നു, അവരെന്ത് ചെയ്താലും നിങ്ങളവരെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു എന്ന് തന്നെയാണ് അനുമോള് പറയുന്നത്. അന്ന് അവൾ മേക്കപ്പ് ചെയ്തത് ഞാൻ കണ്ടുപിടിച്ചുകൊണ്ട് വന്നപ്പോഴും നിങ്ങൾ അവളെ തന്നെയാണ് സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അക്ബർ ചോദിക്കുന്നുണ്ട്, നിൻ്റെ തെളിവുണ്ടോ? നീ അല്ലെങ്കിൽ അവൾ മേക്കപ്പ് യൂസ് ചെയ്യുന്നത് കണ്ടോ? തെളിവില്ലാതെ നമ്മളെങ്ങനെയാണ് അവളെ കുറ്റപ്പെടുത്തുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അനുമോള് പറയുന്നത്, ജിസേല് ഇപ്പോഴും മേക്കപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. റെനയുടെ ലിപ്സ്റ്റിക്കും ഐലൈനറും എല്ലാം ഇപ്പോഴും ജിസേല് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ അവളുടെ പുറകെ നടന്നു എന്ന് വേണ്ട, വേറെ ആരും അത് ചൂണ്ടിക്കാണിക്കുന്നില്ല. ജിസേലാണെങ്കിൽ പറയുന്നത് അനുമോൾ ഫുൾ ടൈം പുറകെ നടക്കുവാണെന്നാണ്, അതുകൊണ്ട് ഞാൻ നിർത്തി എന്ന് പറയും. അപ്പോൾ അക്ബർ പറയുന്നുണ്ട്, നിനക്ക് അങ്ങനെ തോന്നിയെങ്കിൽ നീ അതൊരു ഇഷ്യൂ ആക്കണം, അങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ ജിസേൽ മേക്കപ്പ് യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, എനിക്ക് ഫൗണ്ടേഷൻ കണ്ടാലും അറിയില്ല എന്ന് അക്ബർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അക്ബർ പറയുന്നത്, ജിസേലിനോട് മേക്കപ്പ് യൂസ് ചെയ്തത് എന്തിനാണെന്ന് ചോദിക്കും. ജിസേൽ പറയുന്ന മറുപടി, അത് അവളുടെ ഗെയിം ആണെന്നാണ്. ചിലപ്പോൾ അതും ശരിയാകാം, അവൾ റൂൾ ബ്രേക്ക് ചെയ്യുന്നത് അവളുടെ ഗെയിം ആയിരിക്കാം. കാരണം ബിഗ് ബോസ് ഇതുവരെ അതിനൊരു മറുപടിയും പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ അങ്ങനെ ഒരു ലൂപ്പ് പോയിന്റ് ഉണ്ടാകാം, അത് അവൾ കണ്ടുപിടിച്ചത് അവളുടെ സ്മാർട്ട്നെസ്. കണ്ടെടുത്ത് യൂസ് ചെയ്യാൻ പാടില്ലായിരുന്നെങ്കിൽ ബിഗ് ബോസ് ഇപ്പോൾ ഇടപെടേണ്ട സമയം കഴിഞ്ഞു. ബിഗ് ബോസ് പറയാത്തത് കൊണ്ട് തന്നെ ചിലപ്പോൾ അത് ലൂപ്പ് പോയിന്റ് ആകാം. പിന്നെ നിന്നോട് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടല്ലോ CID പണി തുടർന്നോളാൻ. അതുകൊണ്ട് നീ കണ്ടുപിടിക്കുന്നത് നീ കണ്ടുപിടിച്ചിട്ട് എല്ലാവരും കൂടിയിരിക്കുമ്പോൾ പറയുക. തെളിവ് സഹിതം കണ്ടുപിടിച്ച് ജിസേൽ ഇപ്പോൾ മേക്കപ്പ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി എല്ലാവരും പറയുന്നുണ്ട്. കഴിഞ്ഞ വീക്കിൽ ആളിക്കത്തിയൊരു കണ്ടൻ്റായിരുന്നു അനുമോളും ജിസേലും തമ്മിലുള്ള ഈ മേക്കപ്പിൻ്റെ ഇഷ്യൂ. എന്നാൽ ഈ വീക്കിൽ അനുമോൾ കിച്ചണിലായതുകൊണ്ട് തന്നെ വലിയ കണ്ടൻ്റൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ എന്തായാലും ലൈവിൽ അനുമോൾ വീണ്ടും ജിസേലിൻ്റെ മേക്കപ്പ് യൂസിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി ഇത് ആളിക്കത്തുമോ ഇല്ലയോ, അല്ലെങ്കിൽ ഇത് വീക്കെൻഡ് എപ്പിസോഡിൽ ഒരു പ്രശ്നമാകോ ഇല്ലെന്നൊക്കെ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണണം. കൂടുതൽ ലൈവ് വിശേഷങ്ങളുമായി വീണ്ടും വരാം.